മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അഭിനന്ദിച്ച് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നല്ല രീതിയിൽ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി വെള്ളാപ്പള്ളി പറഞ്ഞു. UDF 100 സീറ്റാണ് പറഞ്ഞതെങ്കിൽ പോലും 102 സീറ്റ് നേടുവാൻ സാധിച്ചു. രമേശനായാലും സതീശനായാലും വേണുഗോപാൽ ആയാലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ UDFനെ നയിച്ചു. ഭരണം പിടിച്ചെടുക്കുവാനുള്ള അവരുടെ പരിശ്രമത്തിൽ ഘടകകക്ഷികളും സജീവമായി സഹകരിച്ചു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ സാധിച്ചു. ഒടുവിൽ സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. KC വേണുഗോപാൽ മോശക്കാരനല്ല. ഇത്തവണത്തെ വിജയത്തിന്റെ രാജശില്പി വേണുഗോപാൽ തന്നെയായിരുന്നു. ആളുകൊണ്ട് അർത്ഥം കൊണ്ടും നയരൂപീകരണത്തിലും തന്ത്രങ്ങളിലുമെല്ലാം വളരെ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം MP ആയിരുന്നു. MP ആയ ആൾ ഇങ്ങനെ ഒരു മത്സരം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും ഈ വിജയത്തിന്റെ പ്രധാന ശില്പിയായി. 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിച്ച് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ സതീശന് സാധിച്ചു എന്നത് ചെറുതായി കാണാൻ സാധിക്കില്ല, വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിൽ കീഴ്വഴക്കങ്ങളോ ജനാധിപത്യ രീതിയോ സ്വീകരിച്ചിട്ടില്ലെന്നും മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണിതെന്നും സുകുമാരൻ നായർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യ ധ്വംസനമാണ് നടന്നിരിക്കുന്നത്. ആരായാലും എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആളെ വേണമായിരുന്നു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ. ലീഗ് നടത്തിയ സമ്മർദ്ദം ഒരിക്കലും ശരിയായില്ല. മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിലും ഇതുണ്ടാകും, G. സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. നല്ല നാളേക്ക് വേണ്ടി V.D. സതീശൻ നയിക്കുമെന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വിശ്വാസമായിരിക്കും. ഞങ്ങളുടെ ആരുടെയും വിശ്വാസം അതല്ലെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ജനങ്ങൾ എന്ന് പറയുന്നവരെ ആര് കൗണ്ട് ചെയ്തു? V.D. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ജനങ്ങളുണ്ട്? ആര് കണക്കെടുത്തു? അങ്ങനെയെങ്കിൽ അതിന്റെ ഭൂരിപക്ഷം വേണ്ടേ? കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചതുകൊണ്ടാണ് NSS പറഞ്ഞത്. ഇടതുപക്ഷം കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്നില്ല, അവരുടേതായ രീതിയിൽ പോകുന്നു. ഭരണത്തിൽ സാമൂഹിക നീതി നടപ്പിലാക്കുവാനുള്ള സാധ്യത കുറവാണ്. വർഗീയത അതിന്റെ രൂക്ഷതയിലെത്താനുള്ള മാർഗം തുറന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചത്. മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചെന്നിത്തലയായിരുന്നു മുന്നിൽ നിൽക്കുന്നത്, സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ലീഗിന് ആഗ്രഹങ്ങൾ പറയാം, നിലപാട് പറയാനുള്ള യോഗ്യതയില്ല. ഘടകകക്ഷികളായി നിന്ന് ജയിച്ചവരാരും അവരുടെ വർഗത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചവരല്ല, അദ്ദേഹം പറഞ്ഞു.